നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശാലിനി, നമുക്കെന്നാ വിട്ടാലോ? അമ്മ സിദ്ധനെ കണ്ടിട്ട് ശ്യാമയുടെ ഭാവി പോലെ അറിഞ്ഞിട്ടേ വരുള്ളൂ എന്നാ പറയണേ. അപ്പോഴേക്ക് രോഹിത് ഇങ്ങെത്തിക്കോളും. അപ്പൊ നമുക്ക് പോവാം. ഇതിപ്പോ ഇന്റർവ്യൂവിന് സമയമാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് സിദ്ധൻ എന്താ പറയുന്നെന്ന് കൂടി കേട്ടിട്ട് പോയപ്പോരെ? ഇത് ഇന്റർവ്യൂവിനെ കുറിച്ച് നേരത്തെ എത്തണ്ടേ? ഇതേ സിവിൽ സർവീസാ, മറക്കണ്ട. സാരല്ലോ വിഷ്ണുട്ടാ, സമയത്ത് എത്തിയാ മതി. ഞാനെല്ലാം പ്രിപ്പയർഡാ. അതെ, തനിക്ക് എന്താ പറ്റി? എന്താ വിഷ്ണുട്ടാ? ഇന്റർവ്യൂവിന് റെഡിയാന്ന് പറഞ്ഞിട്ട് ആത്മവിശ്വാസം ഒന്നും തന്റെ മുഖത്ത് കാണാനില്ലല്ലോ. ആകെ പേടിച്ചു വരേണ്ടതുപോലെ. ഏയ്, എനിക്കൊന്നുമില്ല. എനിക്കൊരു കുഴപ്പമില്ല. വിഷ്ണുവിനെ തോന്നുന്നതാ. അല്ലപ്പോ താൻ എന്താ പറഞ്ഞു വരുന്നേ? ഇറങ്ങണോ അതോ നിൽക്കണോ? നിക്കാം. ശാലിനി, സിദ്ധം പറയുന്ന കാര്യം പിന്നീട് അമ്മയോടോ ശ്യാമയോടോ ചോദിച്ചറിയാലോ. ഇന്റർവ്യൂ മിസ്സായി എന്താ ചെയ്യാ? അങ്ങനൊന്നും ഉണ്ടാവില്ല വിഷ്ണുട്ടാ. പിന്നെ വേറൊരു കാര്യോട് ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിച്ചിട്ട് പിന്നെ അമ്മയുടെ കണ്ണിലെങ്ങാനും ചെന്ന് പെട്ട പിന്നെ വേറെ പ്രശ്നമാവേ. പിന്നെ അമ്മ തന്നെ ഇവിടെ പൊരിച്ചെടുക്കും. പിന്നെ മൂന്നോട്ടായിട്ട് തന്റെ ഇന്റർവ്യൂ വെറുതെ കൊളാക്കണോ? സത്യമ്മ കാണാതെ ഞാൻ ശ്രദ്ധിച്ചോളാം, പ്ലീസ്. ശരി, വാ. സൂക്ഷിക്കണേ, കല്ല. ദൈവം കനിഞ്ഞു നൽകിയ സന്താനം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരിക്കുന്നു. ഇനിയൊരു സന്താനയോഗം കാണുന്നില്ല. ഇയാൾക്കിതെന്താ പറ്റി? അല്ല വിഷ്ണുട്ടാ, സിദ്ധം പറഞ്ഞത് അത് അവരുടെ കാര്യല്ലേ. തന്റെ മുഖം കണ്ട തോന്നല്ലോ സിദ്ധൻ ശ്യാമയുടെ കാര്യം പറഞ്ഞെന്ന്. വിഷ്ണുട്ടൻ എന്താ അങ്ങനെ പറഞ്ഞേ? അത് ശരി, താനെന്തിനോട് ഇങ്ങനെ പേടിക്കും പരിഭ്രമിക്കുകയൊക്കെ ചെയ്യുന്നേ? ശ്യാമയുടെ കാര്യം ഓർത്തിട്ടാവും. എടോ, അതിന് ഇനി ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഭാവി കാലം ഈ സിദ്ധന് കണ്ണാടി പോലെ മുമ്പിൽ കാണാന്നാ പറയണേ. അത് മാത്രല്ല, മുമ്പ് നടന്ന കാര്യങ്ങളും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.